നിങ്ങൾക്കറിയാലോ ആറന്മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വള്ളസദ്യ ആറന്മുള കണ്ണാടി പാരമ്പര്യമായിട്ട് തന്നെ ഇത് അറിയുള്ളൂ, അല്ലാണ്ട് ഇത് ആർക്കും ഇതിന്റെ ടെക്നോളജി അറിയില്ല. പണ്ടത്തെ ആ മൺമൂശയിൽ തന്നെയാണ്. അതെ, 100 കിലോ ഉണ്ടാവും. 100 ഉണ്ടാവില്ല. ഇതാണ് മഞ്ജു അല്ലേ? ഇത് എപ്പോഴാണ് ഇത് മുഴുവൻ ഈ 10,000-കണക്കിനൊക്കെ വരച്ചു കൂട്ടണത് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട്? ഇതിന് എന്താ വിലാന്ന് വിചാരം? ടച്ച് ചെയ്യുമ്പോ ഗ്യാപ്പ് വരും, ഗ്യാപ്പ് വരില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ ആറന്മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആറന്മുള എന്ന് പറയുമ്പോ നമുക്ക് ഒറ്റയടിക്ക് വരുന്നത് ആറന്മുള ക്ഷേത്രവും ആറന്മുള വള്ളസദ്യ ആറന്മുള കണ്ണാടി ആറന്മുള പൊന്നമ്മ മുള്ള പറയല്ലേ ചേട്ടാ? ആറന്മുള പൊന്നമ്മയും പിന്നെ മറ്റേ ആളെ പേരുന്ന അടുത്തത് ആളെ ചേച്ചിയുടെ പേര് അറിയില്ലേ? ചേച്ചി ആറന്മുള പൊന്നമ്മ എന്ന് പറഞ്ഞ ഒരാളല്ലോ ഉള്ളു. രണ്ടുപേര് ആറന്മുള. അതാ ഡൂർഭവാനി പങ്കജ രണ്ടുപേരുള്ളത്. അപ്പോ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം. അത് നമ്മൾ ഉണ്ടാക്കുന്നത് കാണാനും കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ്. അപ്പൊ പലരും കാണിച്ചു തന്നിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് കാണിക്കണം, ഞങ്ങൾക്ക് കാണുകയും വേണം. അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ നമ്മള് ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ലീലാമണി ചേച്ചിയാണ്. അപ്പോൾ ലീലാമണി ചേച്ചിയുടെ ഒരു റിലേറ്റീവ് രാജേഷ് എന്ന് പറയുന്ന ചേട്ടൻ, ആള് ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിലത്തെ മലയാളം പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടാ. ഇതാണ് സ്ഥലം. അപ്പം നമ്മളുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ലീലാമണി ചേച്ചി ഉണ്ട്, പിന്നെ ദേ രാജേഷ് ചേട്ടൻ എന്നല്ല സാറെന്ന് വിളിക്കണം, പ്രൊഫസറാണ്, മലയാളം പ്രൊഫസറാണ് ആളുണ്ട്. പിന്നെ ഇത് ഈ മുരുകൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതൊക്കെ ചെയ്യണ കേട്ടോ. അപ്പൊ ആളുടെ ഈ കണ്ണാടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ആറന്മുള കണ്ണാടിന്റെ എത്ര വർഷമായി ചേട്ടാ ഇവിടെ തുടങ്ങിയിട്ട്? പാരമ്പര്യമായിട്ട് തന്നെ ഇത് അറിയുള്ളൂ, അല്ലാണ്ട് ഇത് ആർക്കും ഇതിന്റെ ടെക്നോളജി അറിയില്ല. അപ്പൊ ഇപ്പൊ ദേ അവിടെ ഇതെന്താണ് ആറന്മുള കണ്ണാടിയുടെ കൂട്ട്, അതായത് വെളുത്തിയും ചെമ്പുകളുള്ള അത് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അനുവാദമുണ്ട്. അത് നമ്മള് ഫാമിലി സീക്രട്ടാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉരുക്കിയെടുത്ത് ഈ നമ്മുടെ ഇതിലൊക്കെ ഒഴിച്ചിട്ട് അതിനെ പൊട്ടിച്ചെടുത്തിട്ടാണ് ആറന്മുള കണ്ണാടിയുടെ മൺമൂശയിലേക്ക് അത് നിറയ്ക്കും. എന്നിട്ട് അതിനെ മൂടിക്കെട്ടി നമ്മളത് വാർത്തെടുക്കും. അത് ഇന്നുകൊണ്ട് ഒരു ദിവസത്തെ പ്രോസസ്സിങ്. ഇത് 5 ദിവസത്തോളം എടുക്കും ആറന്മുള കണ്ണാടിയുടെ കണ്ണാടി വാർത്തെടുക്കാൻ മാത്രം. ഒന്നായിട്ടല്ല ചെയ്യുന്നത്, 10-20 എന്ന ക്രമത്തിലാണ് ചെയ്യുന്നത്. ഇത് 2 ഡിസ്കുകളാണ് ഈ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത്. 2 അതിന് ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് ആറന്മുള കണ്ണാടിയുടെ ലോഹക്കൂട്ട് നമ്മൾ നിറയ്ക്കുന്നത്. ഇതിനെ മൂടി കിട്ടും, കാണാൻ പറ്റില്ല. പിന്നെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാണ് അടുത്ത ഒലയെ വെച്ച് ഉരുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വെച്ചൊരു ഉരുകി നിറയുമ്പോൾ ഇതിനെ ചെറുകെ തിരിക്കുന്നുണ്ടെ ഇതിന്റെ ഹോളുണ്ട് ആ ഡിസ്കിനുള്ളിലേക്ക് പോകാനുള്ള. അതുവഴി ആ ലായനിയായിട്ട് തന്നെ കയറി ഉരുകി അതിനകത്ത് നിന്ന് അത് തണുത്തെടുക്കുമ്പോൾ നമുക്ക് ലോകബലകമായിട്ട് ആറന്മുള കണ്ണാടിയിൽ ലോകബലകമായിട്ട് കിട്ടും. ഇത്രയും പറഞ്ഞത് 10 ദിവസം എടുക്കുന്ന ജോലിയാണ്. ഇതിപ്പോ ഈ ഒരു വലിപ്പത്തിൽ മാത്രം അല്ലല്ല, എത്ര ആവശ്യക്കാർ എത്രയാണോ അതിന്റെ അനുസരിച്ച്. ഇപ്പൊ ഏകദേശം 4 ഇഞ്ച് 5 ഇഞ്ച് 10 ഇഞ്ച് വരെയൊക്കെ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരു 12 ഇഞ്ച് 15 ഇഞ്ച് 18 ഇഞ്ച് വരുമ്പോൾ അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുമ്പോൾ. അതുപോലെ ലക്ഷങ്ങളും ഒരു കണ്ണാടിക്ക് ആവശ്യത്തിന് വലിപ്പം അനുസരിച്ച് ചെയ്തു. സാധാരണ സാധാരണ ഏറ്റവും കൂടുതൽ 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് സൈസാണ്. ആറന്മുള ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ആറന്മുള ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് പേര്. ഇതിപ്പോ എത്ര സമയം എടുക്കും ഇങ്ങനെ ഉരുകാനൊക്കെ? ഇതിപ്പോ ഏകദേശം 1.5 മണിക്കൂർ വേണം ഉരുകിയെടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കൂട്ടിക്കെട്ടി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് ബാക്കിയുള്ളത്. അതൊരു 2.5 മണിക്കൂറോളം കരു എല്ലാം ഉരുക്കിയെടുക്കാനുള്ള സമയം അതും വേണം. ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, മണ്ണിന്റെ ഇപ്പം നമ്മൾ കാണിച്ചില്ലേ, അത് ഉണ്ടാക്കാനായിട്ടുള്ള മണ്ണ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ എല്ലാ മണ്ണുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റണതല്ല അല്ലേ? അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുരുകൻ ചേട്ടൻ പറഞ്ഞു തരും. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് ചെളി എന്ന് പറയുന്നത് ആറന്മുള പുഞ്ചയിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ പ്രദേശത്തെ ചെളിക്കാണ് ഏറ്റവും കൂടുതൽ പശപ്പുള്ളത്. നമുക്ക് ആ ആറന്മുള കണ്ണാടി ഉരുകി വരാനുള്ള ആ പശപ്പ് നമുക്ക് കട്ടി കിട്ടണമെങ്കിൽ ആ ചെളിയും കൂടെ വേണം നമ്മൾ കൂട്ടി
പഴയ മണ്ണുമായിട്ട് അരച്ചാലേ നമുക്ക് അതിൻ്റെ ബലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പശപ്പില്ലെങ്കിൽ ഈ സാധനം പൊട്ടിപ്പോകും. അതിനകത്തിൽ ചാണകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ കരു കെട്ടിയെടുക്കാനൊക്കെ. അപ്പോൾ ആറന്മുള പുഞ്ചപ്രദേശത്തെ ചെളിയാണ് നമുക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇത് ഉരുകി വരുമ്പോൾ അത്രയും ചൂടുള്ളതല്ലേ പൊട്ടിപ്പോരുത്. പൊട്ടിപ്പോരുത്. അതിന് ഇച്ചിരി പിടുത്തം വരാനും ഒക്കെ ഓരോ കാര്യങ്ങൾ അതിനകത്ത്. അത് നമ്മൾ നിർമ്മാണം എന്ന് പറയുന്ന ഒരു നിർമ്മാണ രീതി അത് ഞങ്ങളുടെ നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ വീട്ടിലെ സ്വത്ത് പോലെ നമ്മൾ സൂക്ഷിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇത് ഞങ്ങളുടെ സീക്രട്ടുകൾ പറയില്ലേ. ഇനി ചേട്ടന്റെ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും. അങ്ങനെ പോകും. അല്ലാണ്ട് ഇത് പുറമേക്ക് ഒരിക്കലും ഇത് ലീക്ക് ആവില്ല. ആറന്മുള കണ്ണാടിയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്. കാരണം ആദ്യം ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ക്ഷേത്ര ശില്പികളായിട്ടുള്ള തമിഴ് ബ്രാഹ്മണരെ ഇവിടെ ശില്പികളെ ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ രാജാവിനൊരു കിരീടം സമർപ്പിച്ചായിരുന്നു. ആ സമർപ്പിച്ചപ്പോൾ കിരീടത്തിൻ്റെ സെൻറ്ററിൽ ആറന്മുള കണ്ണാടിയുടെ ലോഹക്കൂട്ടായിരുന്നു. അത് തിളക്കമാറുന്നത് കൊണ്ട് മുഖം ദർശിക്കാൻ കഴിയുന്നത് കൊണ്ട് രാജാവ് പറഞ്ഞ് ഇച്ചിരിയുടെ വലുപ്പത്തിൽ ഒന്നുണ്ടാക്കി. അതിൻ്റെ സന്തോഷത്തിൽ പറഞ്ഞ് ഞങ്ങളാരും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, വേറെ അമ്പലങ്ങളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എല്ലാ ആൾക്കാരും കുറേ പേര് ഇവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ അടുത്ത ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്താണ് ഇത് ജോലി ചെയ്യുന്നത്. ഈ ആറന്മുള കണ്ണാടി മാത്രമല്ലായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഉരുളി, വിളക്ക്, അമ്പലത്തിൻ്റെ വർക്കുകൾ, വിഗ്രഹങ്ങൾ, സ്വർണം, വെള്ളി, തടിപ്പണി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഫാമിലീസാണ് നമ്മൾ. അപ്പോൾ ഇപ്പൊ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ഒരു ഇപ്പൊ കണ്ണാടി മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഓർഡർ അനുസരിച്ച് വിളക്ക്, ഉരുളി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും ആവശ്യക്കാർ, കാരണം ഇത് നിർമ്മിക്കാൻ ഞങ്ങൾ 25 ഫാമിലി അല്ലെങ്കിൽ 30 ഫാമിലിയെ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. അപ്പം കൂടുതലും നമ്മൾ നിർമ്മിക്കാൻ ഒരുപാട് പേര് ഉപയോഗിക്കാനും പറ്റില്ല, ഒരുപാട് പൈസ മുടക്കുള്ള ഒരു കാര്യമായതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ കൂടി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് പേരിനകത്ത് ഇൻവോൾവ് ആയാലും അത് പ്രശ്നമാണ്. കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകത്തില്ല. കൂടുതൽ കണ്ണാടി മേക്കിങ് അത് അതിൻ്റെ ആ ഒരു പണ്ട് എങ്ങനെയാണോ ആറന്മുള കണ്ണാടി ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം അതിന് വേറൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പണ്ടത്തെ ആ മൺമൂശയിൽ തന്നെയാണ്. അതെ, നമ്മൾ കണ്ടില്ലേ ആ പണ്ടത്തെ രീതിയിൽ ആ മണ്ണ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഉരുക്കണതും കാര്യങ്ങളൊക്കെ. ഒരു ബ്ലോവർ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ലേ. പണ്ടൊക്കെ വേണമെങ്കിൽ ഒരു സാധനം ഫുള്ളി ഹാൻഡ് മെയ്ഡ് തന്നെ. കണ്ണാടി ഫുള്ളി ഹാൻഡ് മെയ്ഡ് തന്നെ. ശരിക്കും ഒരു കണ്ണാടി ഉണ്ടാക്കി തീർക്കാൻ 5 ദിവസം, മിനിമം 5 മുതൽ 10 വരെ എടുക്കും. 4 ഇഞ്ച് വരെയുള്ള കണ്ണാടികൾക്കാണിത്. 5 ഇഞ്ച് വരുമ്പോ 10 ദിവസം കൂടും. ഓരോ ഇഞ്ച് കൂടുന്തോറും മാസങ്ങൾ കൂടും. അതുകൊണ്ടാണ് ഇതിന്റെ ഇത്ര റേറ്റും. 8, 7 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച് വരെ ഏകദേശം 15 ദിവസം അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ മാസങ്ങളാണ് കൂടുന്നത്. ലക്ഷങ്ങളും വിലയും കൂടും. ഓരോ ഇഞ്ചിന് ലക്ഷങ്ങളാണ്. 10 ഇഞ്ച് മുതൽ മേളോട്ട് ഓരോ ലക്ഷമാണ് കൂടുന്നത്. ഇതിന്റെ ഡബിൾ ആണ് റേറ്റും വരുന്നത്. ഈ ഉരുക്കണ പോലെ കാണുമ്പോഴേ നമ്മുടെ സ്വർണ്ണപ്പണിയില് നമുക്ക് ഉരുക്കണത് ഇങ്ങനെയായിരുന്നു പണ്ടല്ല ഇപ്പോഴും ഉരുക്കണത്. മറ്റേ ഇപ്പൊ കറണ്ടിന്റെ സാധനം വെച്ചിട്ട് വേറൊരു മെഷീൻ ഇതിലല്ലേ വെക്കുക. ഗ്യാസിലാണ്. ആദ്യം ഒരു ഒലയുണ്ട്, ഒലയില് ഈ മൂശ എത്രയ്ക്ക് പോകുന്ന മൂശ വെച്ചിട്ട് സ്വർണം എന്തോരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് അതിൽ ഇത് വെച്ചിട്ട് ചുറ്റും കരിയിട്ടിട്ട് ആദ്യം ഞങ്ങള് ബ്ലോവർ വെച്ചിട്ട് തിരിക്കും. കറണ്ടിന്റെ ബ്ലോവർ ആയിരുന്നില്ല. തിരിച്ചിട്ട് അത് കനലാക്കിയിട്ട് ഉരുക്കും. അങ്ങനെ ഉരുക്കിയിട്ട് പിന്നെ ആ സാധനം ഈ കൊടിൽ വെച്ചിട്ട് ഇങ്ങനെയുണ്ട് ചാലുകളുണ്ട്, ഇരുമ്പിന്റെ ചാലുകൾ, അതിലേക്കാണ്ട് ഒഴിക്കും. അപ്പൊ ഇതിങ്ങനെ നീളത്തുള്ള ഈ വിരലിന്റെ പോലത്തെ നീളത്തുള്ള സ്വർണ്ണ കമ്പിയിട്ട് നമ്മള് മറ്റേ സ്വർണ്ണ ചെയിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അങ്ങോട്ട് പറഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കും. അപ്പൊ ഈ സ്വർണ്ണത്തിന്റെ ഈ മൂശേര ഇത് ഒഴിക്കുന്നത് ഇപ്പൊ കാണുമ്പോ അതുപോലെ ഓർമ്മ വരും. ഒഴിക്കാൻ പോണിട്ടാ 5 മിനിറ്റ് കഴിഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കും. അത് നമുക്ക് ഉരുക്കുമ്പോ കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല, ചിരട്ട കരി ആയിരിക്കും സ്വർണ്ണത്തിന്. സ്വർണ്ണപ്പണിക്കാരല്ല, സ്വർണ്ണപ്പണി പഠിച്ചതാണ്. അതേ മൂശ കാണിച്ചു നോക്കിയേ. ഞാനത് ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാ. വണ്ട മൂശലുണ്ട, വണ്ട മൂശയത് അതിന് വലിപ്പം കണ്ട ഒരടി വീരണ്ടതിൻ്റെ അത്രയ്ക്ക്. ഇതില് സ്വർണ്ണം ഉരുക്കാണെങ്കിൽ നമുക്ക് വല്ല ക്രൈയും കൊണ്ടുവരേണ്ടി വരും ഒഴിക്കണെങ്കിൽ. ഇത്രയ്ക്ക് വലിപ്പമുള്ള മൂശില്ലേ, അതല്ല അത്രയ്ക്ക് വലിപ്പമുള്ള മൂശില്ല. അതിൽ മുഴുവൻ സ്വർണം ഉരുക്കിയിട്ട് അത്രയ്ക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് പൊക്കാൻ പറ്റില്ലെന്ന്. ഒരു
100 കിലോ ഉണ്ടാവും ഇത്. 100 ഉണ്ടാവില്ല. 5 കിലോന്റെ സോപ്പും കട്ടയില്ലേ, അല്ല സോപ്പും കട്ടയില്ല, 5 കിലോന്റെ സോപ്പും കട്ടയില്ല, 5 കിലോന്റെ സ്വർണ്ണ കട്ടിയില്ലേ, ഒരു സോപ്പും പെട്ടിയിൽ വലിപ്പാണ്ടാവുള്ളൂ. അറിയോ നിനക്ക്? അറിയാം. ആ അതെ, തുറക്കണം. തെറിക്കും. എന്നിട്ട് മരം ഉണ്ടാവും തീർച്ച. തീപ്പൊരി. കേരളത്തില് ഭൗമസൂചിക എന്ന് പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കണതിൽ കേരളത്തിലെ ഏറ്റവും ആദ്യം ഈ ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളത് ആറന്മുള കണ്ണാടിക്കാണ്. പിന്നെ പാലക്കാട് മട്ടരി കേട്ടിട്ടില്ലേ, പിന്നെ മറ്റേ നമ്മുടെ ഈ മറയൂർ ശർക്കര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആറന്മുള കണ്ണാടിക്കാണ്. പിന്നെ ആറന്മുള കണ്ണാടിയാണ് ഈ ബ്രിട്ടീഷ് മ്യൂസിയമില്ലേ, അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആറന്മുള കണ്ണാടി. ആറന്മുളയല്ല, ആറന്മുള കണ്ണാടി. ചേട്ടൻ ആറന്മുള എന്ന് പറയണേ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞ് പഠിച്ചു. ഞാൻ മാറ്റാൻ പെട്ടെന്ന് പറ്റില്ല. അതാണ് നമ്മളിപ്പോ കൂട്ട് എന്ന് പറയില്ലേ, കൂട്ടും പഴം എന്ന് പറയില്ലേ. ഞാൻ വിചാരിച്ചതേ നമ്മളൊരു കണ്ണാടി വാങ്ങിച്ചിട്ടില്ലേ തൃശ്ശൂരിന്ന്, ആറന്മുള കണ്ണാടി. അത് തൃശ്ശൂർ നമ്മൾ ഇവിടെ വന്നപ്പോ വാങ്ങിയതല്ലേ? ആ ശരി, ഇവിടേക്ക് വന്നിട്ടില്ല, ആലപ്പുഴയ്ക്ക് വന്നേക്കണേ. ആ അത് അവിടെ വന്നിട്ട് തൃശ്ശൂരേ നമ്മുടെ കരകൗശല അങ്ങനെ അതിൽ വന്നപ്പോ നമ്മള് ഈ മറ്റേ ഇതില് വിഷുവിന് വിഷുക്കണി വാങ്ങിച്ചിട്ടുള്ളതാ ഒരു കണ്ണാടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒറിജിനലാണോ, 1500 രൂപയായി അതിന്. അത് ഒറിജിനലാണോന്ന് അറിയില്ല. നമ്മുടെ വീട് പണി കഴിഞ്ഞ സമയത്ത് ഒറിജിനലാന്ന് അറിയില്ല. ഇത് ഇതൊക്കെ എന്താ സംഭവം? ആര് വരച്ചതാ? ആ എവിടെ വൈഫ്? എവിടെ? നമ്മുടെ മുരുകൻ ചേട്ടന്റെ വൈഫ് വരച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. എന്താ പേര് വൈഫിന്റെ? വൈഫിനെ ഒന്ന് വിളിക്കോ? കലാകാരിനൊന്ന് കാണാൻ. ഇതാണ് മഞ്ജു അല്ലേ? അല്ല, ഇത് വരച്ച ആളെന്ന് കാണാൻ. അയ്യോ, ഞങ്ങൾ അറിയാഞ്ഞതാണ് കേട്ടോ. ആള് ഭയങ്കര ഫേമസ് ആണെന്ന്. മഞ്ജു മുരുകൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാത്രേ. ഇത് ഓരോ ദിവസത്തെ ഗുരുവായൂരെ അലങ്കാര വർണ്ണന. ഇന്ന് അവിടെ ഉച്ചപൂജ അലങ്കാര വർണ്ണന എന്ന് പറയാം. അത് അവിടെ ചാർത്തുന്നത് തിരുമേനി പറയാം. അത് കേട്ടിരുന്നിട്ട് ആറന്മുളയിൽ ഇരുന്നാണ് ഇത് വരയ്ക്കുന്നത്. എന്നിട്ട് അത് ഓരോ ഭക്തിയ ഇതായിട്ട് വരച്ചെടുക്കുന്നു. ഇത് ആരെങ്കിലും വരച്ച് വാങ്ങി കൊണ്ടുപോകാറുണ്ട്? അത് വെറുതെ വരച്ചിരിക്കും? അല്ല, വിൽക്കാനാണ്. മേടിക്കൂല്ലേ? ഇതെല്ലാം ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. 10,000-15,000 മേളുണ്ട്. 10,000 മീതെ പടം വരച്ചിട്ടുണ്ടെന്ന്. എന്റെ ദൈവമേ, ഗിന്നസ് ബുക്കിൽ വരില്ല. വേണ്ടി നോക്കുന്നത് ഇത് നമ്മള് ആവശ്യത്തിനനുസരിച്ച് വീടുകളിൽ വരച്ചു കൊടുക്കും. ആ, അപ്പൊ നിങ്ങൾക്കൊക്കെ വീട്ടില് ചുമരുമ്പലൊക്കെ ഇങ്ങനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ മഞ്ജു മുരുകൻ വന്ന് വരച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ മൊത്തത്തിലൊരു കൃഷ്ണമയം ആക്കാം നമുക്ക് വീട്. നാള് പോയി പണിയിലാണ്, അടുക്കളയില് കുക്കിങ്ങിലാണ് ആള്. ഇതൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണെന്ന് തോന്നുന്നു. കണ്ടാ? മൂകാംബിക ദേവീക്ഷേത്രത്തിൽ കിട്ടിയത്. പിന്നെ ഒരു അമ്പലങ്ങളിലൊക്കെ അനുമോദനമൊക്കെ കിട്ടിയതിന്റെ. ഈ ദൈവങ്ങളെ മാത്രമേ വരയ്ക്കുള്ളൂ? വേറെ ഒന്നും വരയ്ക്കില്ല? എല്ലാ ദൈവങ്ങളെയും വരയ്ക്കും. ആ ദൈവങ്ങളെ മാത്രം? സാധാരണ മനുഷ്യന്മാരെയും പ്രകൃതി അങ്ങനെ വേറെ? പക്ഷെ ഇതാണ് ഇഷ്ടം. ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക ഇഷ്ടമാണ് അല്ലേ? ഇത് എപ്പോഴാണ് ഇത് മുഴുവൻ ഈ 10,000-കണക്കിനൊക്കെ വരച്ചു കൂട്ടണത്? വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ കിട്ടും. നാമം ചൊല്ലി കഴിഞ്ഞിട്ട് വരയ്ക്കില്ലേ? ഫ്രീ വരയ്ക്കും. ഇങ്ങനെ ഓർഡറുകൾ അനുസരിച്ചിട്ട് ആളുകൾക്ക് വരച്ചു കൊടുക്കും. ഒരു മോളുള്ളൂ നിങ്ങൾക്ക്? ഒരു മോളേ ഉള്ളൂ. മോനും ഉണ്ട്. അവർ രണ്ടുപേരും വരയ്ക്കും. കലാകുടുംബമാണ്. മോളുടെ പേര് അസിത. വരച്ചിട്ടുള്ളത് എവിടെയാ? അമ്മയുടെ പോലെ തന്നെ ദൈവങ്ങളെയാണോ വരയ്ക്കാറ്? ക്രിയേറ്റീവ് ആയിട്ടുള്ള വരയ്ക്കില്ലേ? ന്യൂ ജനറേഷൻ ആണല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഉരുകി അതേ ഒഴിക്കാൻ പോണേട്ടാ. അതിന്റെ കരികളൊക്കെ എടുത്ത് കളയാണ്, കരടുകളൊക്കെ എടുത്ത് കളയാണ്. കരട് അല്ലെങ്കിൽ അതിൻ്റെ ഇതേ കോരി ഇങ്ങനെ ഈ രീതിയാണല്ലേ. ചട്ടിയിൽ കോരി ഒഴിക്കും.
അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഒഴിക്കല്ല ചെയ്യാ അല്ലേ? വെയിറ്റ് ഉണ്ട്, കനുണ്ട്. വെളുത്ത കനം കുറഞ്ഞു കേട്ടാ. കനം കുറഞ്ഞപ്പോ ബാക്കിലും കൂടി ഒഴിക്കാൻ പോവാണ് ഒരുമിച്ച്. കണ്ടാ ഇതിന്റെ കനം കണ്ടാ? ഞാൻ പറഞ്ഞ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിലേ ഇങ്ങനെ പറ്റില്ല. നോക്കണ്ട ഇതാണ് ലോഹക്കൂട്ട് ആറന്മുള കണ്ണാടിയുടെ. ഇപ്പൊ ഈ ഉരുക്കി ഒഴിച്ചതില്ലേ, അത് എത്ര സമയവും സെറ്റ് ആവാൻ? ഉരുക്കിയത് ഒരു 1.5-2 മണിക്കൂർ ഞാൻ സെറ്റ് ആവുമ്പോ അതിനെ തട്ടി പൊട്ടിച്ചിട്ട് എടുക്കും. ആ എടുത്ത സാധനമാണ് ഇത്. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത്. കണ്ടാ ഈ ലോഹക്കൂട്ട് കണ്ട? ആ പിടിച്ചു നോക്കിയേ, കനുണ്ട്. കണ്ടാ ഇത്. ഇനി ഇത് എന്താ ചെയ്യാൻ പോണേന്നുള്ളത് ഇനി കാണാട്ടാ. അങ്ങനെ നടക്കില്ല. വെള്ളം നനച്ച് മണ്ണ്, ഇവിടത്തെ എന്താ പറയാ, ആറന്മുളയിലത്തെ പുഞ്ചത്തെ മണ്ണ്, ചെളി 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 മണലുണ്ടാവില്ലേ, എന്തൊക്കെയോ ചേർന്ന് അരച്ചതാണ്. അതെ, അരച്ച് ചേർത്ത. അതെവിടെയാ അരക്കണതൊക്കെ? എവിടെയാ? ഇതിലാ? ഈ കല്ലുമ്മലാണോ അരക്കുക? ഓ ശരി. ഹോൾ അടയാൻ പാടില്ല. ആ ഹോൾ അടയാൻ പാടില്ല. നമ്മൾ നോക്കുന്ന ആ ഹോളിൽ കൂടെ പൊതിയാണ്. ഒരു ഉരുക്കല്ലേ എത്ര കണ്ണാടി ഉണ്ടാക്കും? ഒരു 25 25 സെറ്റാണ് ഉണ്ടാക്കുക ഒരു ട്രിപ്പിൽ. ഈ വലിപ്പത്തിലുള്ളതല്ലേ? ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുള്ളതുകളുണ്ട്. നമ്മുടെ വെള്ളയപ്പങ്ങാടി ഇല്ലേ, വെള്ളയപ്പം ഉണ്ടാക്കുന്ന തൃശ്ശൂര് ഒരു പ്രത്യേക സ്ഥലം. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി. ഇനിയുള്ള പണികൾ എന്ന് പറയണത് ഒരു ഇപ്പൊ സമയം എത്ര ചേട്ടാ? ഇപ്പൊ സമയം 12:45. ഇനി ഒരു 3 മണിക്ക് ശേഷമാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഒരു 3 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അപ്പൊ സമയം 1 മണിക്ക് ആവാറായി. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അടുത്ത ചെയ്യാറാവേ. അപ്പൊ ഞാൻ അത് കാണിക്കാട്ടാ. ഈ ചട്ടിയിലത്തെ ചൂടാറി കഴിഞ്ഞപ്പോ അത് പൊട്ടിച്ചു. വേണ്ട, പൊട്ടിച്ചപ്പോ അത് കളറുണ്ട്. ചൂടുണ്ടത്? ഇല്ല കണ്ട ചൂടാറി കണ്ട പൊട്ടിക്കണ്ട. ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുന്നു. പൊട്ടിച്ചിട്ട് ഇതിൽ വെക്കുന്നു. എന്നിട്ട് പിന്നെ എല്ലാം തേമ്പി നോക്കിയാ ഇവിടെ കുറച്ചെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഇതില് കമത്തി വെച്ച് ഇതില് ഇതാക്കും. അതെ, ഇപ്പൊ അവിടെ ആ തീ അങ്ങനെ വെച്ചിട്ടില്ലേ, അത് എത്ര സമയം കത്തിക്കണം? ഉണങ്ങുന്നവരെ 1-2 മണിക്കൂർ വേണം. ഇപ്പയാവും 15 മിനിറ്റ് മതി അല്ലേ? അതെ, അപ്പൊ ഈ ഇത് ഒക്കെ കൂടി ആക്കിയിട്ട് ഇവര് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അതില് മറ്റേ ഓലയില് ഒക്കെ കൂടിയിട്ട് വെച്ചിട്ട് ആക്കുമ്പോ 5 മണി കഴിയും. പിന്നെ ഇത് നാളെ എടുത്തിട്ടാണ് പൊട്ടിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആറന്മുള കണ്ണാടിയുടെ മുഴുവൻ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് കണ്ണാടിയുടെ നിർമ്മാണ സ്ഥലം ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കണ്ണാടിയുടെ കടയിലേക്കാണ് പോവാം, ആറന്മുള അമ്പലത്തിൻ്റെ അവിടേക്കിട്ടാ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മൾ ആറന്മുള അമ്പലത്തിന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. ഇതല്ലേ മുൻപിലത്തെ നട? നാളെ ഇവിടെ വരും. ഞങ്ങള് നാളെ വരും സദ്യക്ക്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ കയറിട്ടൊന്ന് തൊഴാം നമുക്ക് വേണമെങ്കിൽ. ഇവിടുന്നാണ് ശബരിമലയ്ക്കുള്ള തങ്കയങ്കി കൊണ്ടുപോവാ. ഇവിടെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്ട്രോങ് റൂമില് അതന്നെ. നേരത്തെ ശബരിമലയുടെ ബേസ് എന്താ പറയുക, അവിടുത്തെ പ്രോപ്പർട്ടി വെക്കുന്നത്, പിന്നെ അവിടുത്തെ അന്ന് പണം എന്താ കാണിക്കുക വരുന്ന
അതെല്ലാം ഇവിടെയായിരുന്നു ഇപ്പോഴല്ല, ഒരു 60-65 വർഷം മുമ്പ്. പിന്നീട് അവിടെ ബാങ്കായി. ഇവിടെ എവിടെ പുഴ? അപ്പുറത്തെ പുഴ പോണത് ഏരിയ, അതിൽ പുഴ ഏരിയയാണ് പോണത് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ മുരുകന്റെ ആറന്മുള കണ്ണാടിയുടെ ബിൽഡിങ് കേട്ടാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം, ഷോപ്പിലേക്ക് കയറാം കേട്ടാ. കണ്ണാടി ഫിനിഷിങ് കഴിഞ്ഞിട്ട് കണ്ണാടികൾ നോക്കി. സമ്മാനൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ഇതാ നല്ലത്. ഈ പൊന്നാടി കിന്നാടി കൊടുക്കുന്നേക്കാൾ ഭേദം ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു ഇവിടെ കോമൺ ആണ്, എല്ലായിടത്തും ഇതാ കൊടുക്കുന്നത്. ഇതില്ല സമ്മാനായിട്ട് കൊടുക്കണം. ചേട്ടാ മുരുകൻ ചേട്ടൻ ഒന്ന് വന്നേ. ഈ ഇതിന് എത്ര രൂപ ഉണ്ടാവും? ഇത് വരും 13,500 നമ്മുടെ ഇവിടെ അക്ഷര പ്രൈസ്. പിന്നെ വെളിയിലോട്ടൊക്കെയാണ് എന്റെ GST അതൊക്കെ വരും 13,500 രൂപയാണ് കേട്ടാ. GST ഒന്നും ഇല്ലാണ്ട്. നമ്മളിപ്പോ ഈ ഗ്ലാസ് ഇല്ലേ, ചില്ല്, അതിന്റെ ബാക്കിൽ EM മെർക്കുറി മറ്റേ അത് കോട്ട് ചെയ്തിട്ടുള്ള കണ്ണാടികളാണല്ലോ, മിററാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ വെക്കണ വലിയ മിറർ. അതിൽ നമ്മൾ നമ്മുടെ വിരലിങ്ങനെ മുട്ടി കഴിഞ്ഞാൽ നമ്മുടെ അതിനുള്ളിൽ ഇമേജ് ഉണ്ടല്ലോ, അതിന്റെ വിരലും നമ്മുടെ വിരലും കൂട്ടിമുട്ടില്ല. അത് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കൂട്ടിമുട്ടില്ല. പക്ഷെ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരൽ മുട്ടും. കണ്ടാ മുട്ടിയിട്ടിരിക്കുന്നത് കണ്ടാ? അതെ, ടച്ച് ചെയ്യുമ്പോ ഗ്യാപ്പ് വരും. അതെ, ഗ്യാപ്പ് വരില്ല, മുട്ടും. ഇത് വേറൊരു ഡിസൈൻ കണ്ടാ, 2 മൈലുകൾ അപ്പുറത്തും വന്നിട്ട്. ഇതിന് 25,000. ഇതൊരു വലിയ കണ്ണാടി. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയതാണ്. ഇതിന് 75,000 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. പള്ളിയോടം കുറേ മോഡലുകളാണ്. കണ്ണാടി സെയിം ആയിരിക്കും സെന്ററിൽ, പക്ഷെ ഇതേത് കണ്ട, ഇത് മയില്. നേരത്തെ നമ്മൾ കാണിച്ചത് ശംഖായിരുന്നു. എല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഡിസൈനാണ്. ഇത് മാസങ്ങളുടെ അധ്വാനാണ് ഇതിന്റെ പിന്നിൽ, അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ, ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാസങ്ങളുടെ പണിയുണ്ട് ഇതിന്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന പണിയല്ല. ഭംഗിയുള്ളതില് ബോക്സിലാക്കിട്ട് പാക്ക് ചെയ്ത് വേണ്ട, ഇരുന്നോളും. കൈ ടച്ച് ഒന്നും വരില്ല, വരില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ പിടിച്ചു നിൽക്കാൻ. പിടിച്ചു വെക്കണ്ടി എടുത്തു വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ണാടി ഇത് ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നു അത് ഒറിജിനൽ അല്ല. വിരല് വെക്കണതല്ല, അതിനൊട്ടും നമ്മുടെ മുഖം അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും അതിൽ കാണില്ല. അപ്പൊ നമ്മൾ തൃശ്ശൂരിന്ന് വാങ്ങിയതാ. ചിലപ്പോ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒറിജിനൽ തന്നെ ആവാം. അപ്പോ വേണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, മുരുകൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ സൈറ്റ് ഉണ്ട്, അത് തരാം. അപ്പൊ അവിടെ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ആ കൊറിയർ ചാർജ്, GST അതൊക്കെ വരും, പ്ലസ് അങ്ങനെ. അപ്പൊ നമുക്ക് പോവാലോ ഇവിടെ നിന്ന്. എനിക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് ഒന്ന് തൊഴണം. ആറന്മുളയുടെ സിഗ്നേച്ചറായ ഒരു സോനീർ 2 പേർക്കും. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ, ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ. ലീലാമണി ചേച്ചിയുടെ വക നമുക്ക് അജൂസ് വേൾഡിന്